അഴിമതിക്കാരായ ഭരണക്കാരെയും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ UDF RMB ധർണ സംഘടിപ്പിച്ചു. UDF വടകര മണ്ഡലം ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ ശ്രീധരന്റെ ഒരു പ്രസ്താവന. ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് എവിടെ നിന്നാണ് എന്നാണ് അതിന്റെ ഗൗരവം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു സാധാരണ ഒരു യോഗങ്ങളിലല്ല മുനിസിപ്പൽ ചെയർമാൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ വടകര മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞത്. കാരണം മുനിസിപ്പാലിറ്റിയുടെ പുതിയ കെട്ടിടവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ചാണ് കെ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു നിസ്സാര സംഭവമായി ഞങ്ങൾ കാണുന്നില്ല. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് UDF പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിവെക്കുന്നു എന്നുള്ളതാണ് ശ്രീധരന്റെ പ്രസ്താവന നമുക്ക് നോക്കിക്കാണുമ്പോൾ കഴിയും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. കാലങ്ങളായി ഈ മുനിസിപ്പാലിറ്റി ഭരിച്ച് ഈ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു കാര്യവുമില്ലാതെ കെടുകാര്യസ്ഥതയുടെ പര്യായമായി മുനിസിപ്പാലിറ്റിയുടെ ഭരണം മാറി എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തിയ സമരത്തിൽ ഊന്നി പറഞ്ഞു. ഈ ശ്രീധരന്റെ പ്രസ്താവനയോടുകൂടി ശ്രീധരന്റെ പ്രസംഗത്തോടുകൂടി വളരെ കൃത്യമായി വടകരയിലെ മുനിസിപ്പാലിറ്റി ഭരണം ഒരു അഴിമതിയുടെ ഭരണമായി മാറിയെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് RMBയുടെയും UDFന്റെയും നേതൃത്വത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സമരം അരങ്ങേറിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. നേരത്തെ അധ്യക്ഷൻ ഫൈസൽ മാഷ് സൂചിപ്പിച്ചതുപോലെ എല്ലാ ഭരണവും നിങ്ങളുടെ കൈകളുണ്ട്. മുഖ്യമന്ത്രിയാണെങ്കിലും ആഭ്യന്തര വകുപ്പാണെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ കൈകളിലാണ്. അധികാരം നിങ്ങളുടെ കൈകളിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു മോചനം നടത്തണമെന്ന് അഴിമതിക്ക് എതിരായുള്ള ഒരു സംവിധാനം നിങ്ങൾ ഇവിടെ ഏർപ്പെടുത്തണം. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാണ് മുൻ ചെയർമാൻ പറഞ്ഞതെങ്കിൽ അത് ആരൊക്കെയാണെന്ന് ഇപ്പോഴുള്ള ചെയർപേഴ്സൺ പോയി സീനിയറിനോട് ചോദിക്കണം. ആരൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അവരെയൊക്കെ ഒന്നുമില്ലെങ്കിൽ സ്ഥലം മാറ്റാനുള്ള അധികാരമെങ്കിലും നിങ്ങൾക്കുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇവിടെ ഒരു ക്ലർക്കിനെ മാറ്റാൻ ഒട്ടനവധി പ്രാവശ്യം വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൗൺസിൽ യോഗങ്ങളിലൊക്കെ തന്നെ അസീസ് മാഷപ്പോഴുള്ള ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ക്ലർക്ക്, ഒരു 10-16 വർഷം തുടർച്ചയായി ഇവിടെ തന്നെ ജോലി ചെയ്ത ഒരാള്, അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. മാറ്റാൻ വേണ്ടി ഉത്തരവുണ്ടായിട്ട് പോലും മാറ്റാൻ തയ്യാറാകാത്ത ഒരു ഭരണസമിതിയാണ് ഇവിടെയുള്ളതെന്ന് പറയാൻ. വരും നാളിൽ ജനങ്ങളെ അണിനിരത്തി സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. M. ഫൈസൽ അധ്യക്ഷനായി. സതീശൻ കുര്യാടി, NP അബ്ദുൽ ഹാജി, MP അബ്ദുൽ കരീം, PS രഞ്ജിത് കുമാർ, പ്രദീപൻ, VK ആസീസ്, VK പ്രേമൻ, നിജിൻ, പ്രേമകുമാരി എന്നിവർ സംസാരിച്ചു. ഹാഷിം PV, PKC അഫ്സൽ, റജിന മൻസൂർ, ഫാഷിദ, അജിത ചീരാംവീട്ടിൽ, CV മമ്മു, സജിത് മാരാർ, രഞ്ജിത്ത് കണ്ണോത്ത്, V. ഫൈസൽ, KP നജീബ്, കമറുദ്ദീൻ കുര്യാടി എന്നിവർ നേതൃത്വം നൽകി. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.